പ്രിയപ്പെട്ട കുട്ടികളെ, ക്യൂജിസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യൂജിസിലെ രണ്ട് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ലെയറിൻ്റെ എടുത്ത് വിസിബിൾ ആക്കുന്നതും ഒരു ലെയറിൻ്റെ കളറ് മാറ്റുന്നതും, തുടർന്ന് ഒരു ലെയറിലെ ആട്രിബ്യൂട്ട് ടേബിൾ എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ പേരിൽ സേവ് ചെയ്യുന്നതും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: റിസോഴ്സ് മാപ്പ് named local map.qgs is given in the QGIS project folder in the exam documents in home. Open this file in QGIS desktop software and do the following activities. അപ്പോൾ അതിനായി നമ്മൾക്ക് ലോക്കൽ മാപ്പ് .qgs തുറക്കാൻ നമുക്കറിയാം, പ്ലേസസിൽ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ QGIS പ്രോജക്ട്സിലെ ലോക്കൽ മാപ്പ് .qgs ഡബിൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. മാപ്പ് തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്രിയേറ്റ് എ ലെയർ നെയിംഡ് സ്കൂൾ. ഒരു ലെയർ നിർമ്മിക്കണം നമ്മൾ. അതിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ ചെറിയ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ലെയറിൻ്റെ ടൈപ്പ് പോയിൻ്റ് ആയിരിക്കണം. ആട്രിബ്യൂട്ട്സ് നെയിമും കോഡും കൊടുക്കണം. അപ്പോൾ ഒരു ലെയർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ലെയർ നിർമ്മിക്കാൻ നമ്മൾ മെനുവിലെ ലെയർ എന്ന് പറയുന്ന മെനുവിൽ അതിലെ ക്രിയേറ്റ് ലെയർ, അത് കഴിഞ്ഞിട്ട് ന്യൂ ഷേപ്പ് ഫയൽ ലെയർ ക്രിയേറ്റ് ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു പുതിയ ലെയർ നിർമ്മിക്കാനുള്ള ഒരു ജാലകം പ്രത്യക്ഷപ്പെടും. ഈ ജാലകത്തിൽ ഏറ്റവും മുകളിലായിട്ട് ടൈപ്പ്, പോയിൻ്റ്, ലൈന്, പോളിഗൺ, ഇതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചോദ്യം ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലെയർ ടൈപ്പ് പോയിൻ്റ് ആയിരിക്കണമെന്നും ആട്രിബ്യൂട്ട്സ് നെയിമും കോഡും ആയിരിക്കണമെന്നും. അപ്പോൾ നമുക്ക് ലെയർ ടൈപ്പ് പോയിൻ്റ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫീൽഡുകൾ വേണ്ടത് നെയിമും കോഡുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ നെയിം എന്ന് കൊടുക്കാം. നെയിം. അത് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ഡാറ്റയാണ്, പേരായതുകൊണ്ട് ടെക്സ്റ്റ് ഡാറ്റയാണ്. അതിന് നമ്മൾ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫീൽഡ്സിൻ്റെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ 2 ആട്രിബ്യൂട്ട്സുകൾ വന്നു കഴിഞ്ഞു. ID, ഏതൊരു ലെയറിനും ID നിർബന്ധമാണ്. അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കൊടുക്കുന്നത്. ആ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുത്ത നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഫീൽഡും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ നമ്മുടെ ചോദ്യത്തിലുണ്ട്. കോഡ് എന്നാണ്. ഈ കോഡ് നമുക്ക് സാധാരണഗതിയിൽ കോഡ് എന്ന് പറഞ്ഞാൽ സ്കൂൾ കോഡുകളൊക്കെ ന്യൂമറിക് ആയിരിക്കും. അതിന് വേണമെങ്കിൽ ഹോൾ നമ്പർ കൊടുക്കാം. ഇനി ടെക്സ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഹോൾ നമ്പറായിട്ട് കൊടുത്തു. എന്നിട്ട് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ ഫീൽഡിൻ്റെ ലിസ്റ്റിൽ 3 ഫീൽഡുകൾ വന്നു കഴിഞ്ഞു. ID, അത് സോഫ്റ്റ്വെയർ തന്നെ കൊടുത്തതാണ്. നെയിമും കോഡും പുതുതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓക്കെ പറയുമ്പോൾ വരുന്ന ജാലകത്തിലാണ് ലെയറിൻ്റെ പേര് കൊടുക്കേണ്ടത് എന്നത് വളരെ ശ്രദ്ധിക്കണം. ലെയറിൻ്റെ പേര് ആദ്യമല്ല കൊടുക്കുന്നത്. നമ്മുടെ ഫീൽഡുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം, എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം ഓക്കെ പറയുമ്പോൾ വരുന്ന ജാലകത്തിലാണ് നമ്മൾ സേവ് ലെയർ ആസ്. ആ ലെയറിൻ്റെ പേര് നമ്മൾ കൊടുക്കണം. എന്താണ് അവർ ലെയറിൻ്റെ പേര് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ നോക്കുക. ക്രിയേറ്റ് എ ലെയർ നെയിംഡ് സ്കൂൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ലെയറിൻ്റെ പേര് സ്കൂൾ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ പറയുക, സേവ് പറയും. അപ്പോൾ നമ്മുടെ ഒരു ലെയർ പുതുതായിട്ട് ഇവിടെ ഇടത് ഭാഗത്ത് വന്നതായിട്ട് കാണാം. ഇതുവരെ ഹൗസ് ആയിരുന്ന ഏറ്റവും മുകളിലത്തെ ലെയർ, ഇപ്പോൾ പുതിയൊരു ലെയർ വന്നിട്ടുണ്ട്, സ്കൂൾ. ആ സ്കൂൾ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. അവിടെ നിറം മാറിയത് കണ്ടോ? ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അവർ ചെയ്യാൻ പറഞ്ഞത്, സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. ഈ ലെയറിൽ നമ്മളൊരു സ്കൂൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം. അതിൽ എന്തെല്ലാം കൊടുക്കുകയും വേണം. ID 1, നെയിം GLPS, കോഡ് 98765.
98,765. ഈ നമ്പറും നമ്മൾ കൊടുക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെയറിൽ നിൽക്കുക. സ്കൂൾ ലെയറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ഇടത് ഭാഗത്ത് മൂന്നാമത്തെ വരിയിലായിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഈ ടോഗിൾ എഡിറ്റിംഗ് ബട്ടണാണിത്. ആ ബട്ടണിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ടോഗിൾ എഡിറ്റ്. അപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ, മാപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആ വരിയിൽ തന്നെയുള്ള നാലാമത്തെ ഒരു ഐക്കൺ ഉണ്ട്, ആഡ് ഫീച്ചർ ഐക്കൺ. അപ്പോൾ ആഡ് ഫീച്ചർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്കൂള് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് എവിടെയെങ്കിലും, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ലൈറ്റ് ഗ്രീൻ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെയാണ് സ്കൂൾ എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ സ്കൂളിൻ്റെ ആട്രിബ്യൂട്ട്സ് ചേർക്കാനുള്ളൊരു ജാലകം വരും. ആ ജാലകത്തിൽ അവർ പറഞ്ഞ രീതിയിലുള്ള ആട്രിബ്യൂട്ട്സ് ചേർക്കുക. ID അവർ പറഞ്ഞ 1 എന്നാണ് പറഞ്ഞിരുന്നത്. നെയിം അവർ പറഞ്ഞിരുന്നത് GLPS എന്നാണ്. കോഡ് പറഞ്ഞിരുന്നത് 98,765 എന്നാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ 3 ഫീൽഡുകൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ പറയുന്നു. അതോടുകൂടി നമുക്കൊരു സ്കൂൾ ഇവിടെ അടയാളപ്പെടുത്തിയതായിട്ട് കണ്ടു. അതൊരു പോയിൻ്റ് ആയതുകൊണ്ട് ആ പോയിൻ്റ് ആകൃതിയിലാണ് നമ്മളവിടെ വന്നിരിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ആ ആക്ടിവിറ്റി, 2 ആക്ടിവിറ്റി നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോകുന്നത്, സേവ് ദ റിസോഴ്സ് മാപ്പ് യൂസിങ് ഓപ്ഷൻ പ്രോജക്റ്റ് സേവ് ആസ്. ഇവിടെ നാം ചെയ്യേണ്ടത് ഈ പ്രോജക്റ്റ് തന്നെ സേവ് ചെയ്യലാണ്. നേരത്തെ ചെയ്തത് പ്രിൻ്റ് സ്ക്രീനും അതുപോലെയൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടായിരുന്നു നമ്മൾ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രോജക്റ്റ് തന്നെ സേവ് ചെയ്യാണ് വേണ്ടത്. പ്രോജക്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റിൽ സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് കൊടുത്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്യുക. എക്സാം 10 ഫോൾഡർ. അപ്പോൾ നമ്മളിപ്പം QGISലെ 3 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർമ്മിക്കുമല്ലോ. ഒന്നാമത്തേത് ഏതെങ്കിലും ഒരു ലെയറിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ കാണാനുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു ലെയറിൻ്റെ കളറോ അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മാറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഒപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു ലെയർ വിസിബിൾ ആക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും. മൂന്നാമത്തേത് നമ്മൾ ഒരു ലെയർ നിർമ്മിച്ച് അതിനകത്ത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഈ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് QGISൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 3 അധ്യായത്തിലെ ഇങ്ക്സ്കേപ്പ് നമ്മൾ നേരത്തെ നോക്കി. ഇപ്പം നമ്മൾ QGIS നോക്കി. ഇനി നമുക്ക് ആ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അധ്യായമായ സൺ ക്ലോക്ക് കൂടി നോക്കണം. അപ്പോൾ അതിനായി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു.